welcome to Manera's box. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് സ്വാദ് മാത്രമല്ല വളരെ എളുപ്പമാണ്. അതായത് ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് മതി, ലെസ് ദാൻ 10 മിനിറ്റ്സ് മതിയാകും. അത്രയ്ക്കും എളുപ്പത്തിൽ തന്നെ സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ടയ്ക്ക കറിയാണ് ഇത്. നമുക്ക് റൈസിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇത്. വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം, വളരെ ഗുണകരമായിട്ടുള്ളതും നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളതും എല്ലാമാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റണത് നിങ്ങൾ വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കി നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നിറയെ വെണ്ടയ്ക്ക ഡിഷസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം ഒരു 15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെണ്ടയ്ക്ക യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വാഷ് ചെയ്ത് അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്റ്റിക്കിനെസ് ഇല്ലാതെ കറക്റ്റായിരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് സമയം ഇത് വാഷ് ചെയ്ത് ഒരു ന്യൂസ് പേപ്പറിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ കുറച്ച് സമയം വെയിലത്ത് വെച്ചിരുന്നാലും മതിയാകും. അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് എടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ ടിഷ്യൂ പേപ്പറിൽ വെച്ചിരിക്കണം, പക്ഷേ അതിൽ ഈർപ്പം ഒട്ടും ഇല്ല. കണ്ട, നിങ്ങൾ കാണുന്നുണ്ട്. അതായത് വെള്ളാംശം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാകും. ഇത് ഓയിൽ ചൂടായിട്ട്, ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളുടെ കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ ഓയിൽ എടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ജീരകം കൂടെ പൊട്ടിയിട്ട് ഒരു മീഡിയം സൈസ് ഓണിയൻ, സവോള കട്ട് ചെയ്തിട്ടുള്ളത്. ലാർജ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് കൂടും. ഇപ്പോൾ ഒരു മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കീറിയതിടുകയാണ്. ഒന്ന് നല്ല കുറച്ച് ഫ്രൈ ആകട്ടെ. ഇപ്പം നമ്മുടെ ഓണിയൻ ഒരുവിധം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 2 വലിയ വെളുത്തുള്ളിയാണ്, ചെറുതാണെങ്കിൽ 3 എടുക്കുക, ഇതിലേക്ക് ആഡ് ചെയ്യണുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. സെയിം അളവാണ്, ഓണിയൻ എടുത്ത ആ സെയിം അളവ് തന്നെ ടൊമാറ്റോ എടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ബൗളിൽ തന്നെ ഒരു ബൗൾ ഓണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ടൊമാറ്റോ സെയിം അളവ് എടുത്താൽ മതി. നിങ്ങൾ ലാർജ് ടൊമാറ്റോ എടുക്കണമെങ്കിൽ ലാർജ് ഓണിയൻ എടുക്കുക. ഇനി നമുക്കിത് ഓണിയൻ കുഴഞ്ഞതുപോലെ ഈ ടൊമാറ്റോയും ഒന്ന് ഫ്രൈ ആയി ഒന്ന് കുഴഞ്ഞിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് മസാലകളെല്ലാം ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതൊന്ന് കുഴയിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് അടച്ചു വെച്ച് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, ഇപ്പോൾ നമുക്ക് ഉപ്പിടാം. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ടൊമാറ്റോ ഫ്രൈ ആയി കിട്ടും. ആവശ്യത്തിന് ഉപ്പിടാം. ഒന്ന് അടച്ചു വയ്ക്കാം ഇടയ്ക്ക്. ഇപ്പോൾ എല്ലാം നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ആ ടൊമാറ്റോ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഒന്ന് സ്മാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് എടുത്ത് വെച്ചിരിക്കണം കട്ട്. ഞാൻ വെണ്ടയ്ക്ക ഇങ്ങനെ വലുതാണെങ്കിൽ 3 കഷ്ണമായിട്ട് കട്ട് ചെയ്യുക, ചെറുതാണെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്താൽ മതിയാകും. അത് ആഡ് ചെയ്യണം. ഇനി ഈ വെണ്ടയ്ക്ക ഇതിൽ കിടന്ന് കുറച്ച് മസാലയൊക്കെ മിക്സായി ഒന്ന് ഫ്രൈ ആകട്ടെ. ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കിനെസ് മാറുന്ന വരെ ഇത് കുറച്ചൊന്ന് ഫ്രൈ ആകട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓണിയനൊക്കെ ഇടണ മുമ്പിൽ, അതായത് കടുക് പൊട്ടിക്കണ മുമ്പിൽ ഈ വെണ്ടയ്ക്ക ഇട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ സോട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് തുടങ്ങിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിലുണ്ടാക്കാം. ഞാൻ അങ്ങനെ സോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമാകും നിങ്ങൾക്ക്. നമ്മുടെ വെണ്ടയ്ക്ക നല്ലപോലെ ഫ്രൈ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത്, എപ്പോഴും നിങ്ങൾ കുത്തി ഇളക്കണ്ട, അത് ഉടഞ്ഞു പോകും. ഇപ്പോൾ ഇത് കറക്റ്റാണ്, അതിൻ്റെ സ്റ്റിക്കിനെസ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈ ആയി വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അത്രയും ഇട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇതെല്ലാം ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്യുക, വെണ്ടയ്ക്ക ഉടയാതെ. ഒന്ന് മസാലയുടെ പച്ച സ്മെൽ പോണത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് കുക്കായിട്ട് നമുക്കിതിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ആഡ് ചെയ്യണം. നിങ്ങളതുകൊണ്ട് ചൂടുവെള്ളം വെച്ചിരിക്കുക. അതായത് ഇത് ചൂടായ കറിയാണ്, ഇതിലേക്ക് നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് നിങ്ങൾ ഇതിലെപ്പോഴും ഇങ്ങനെ ചൂടായ കറിയിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. മസാലയുടെ പച്ച സ്മെൽ പോയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾ ഈ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പുക കയറാതെ ഒന്ന് നോക്കണം. അതായത് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടുത്ത് നിന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ലൈറ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും, പുക കയറുകയാണെങ്കിൽ. അതുകൊണ്ട് പുക കയറാതെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ആ മസാലയും വെണ്ടയ്ക്ക എല്ലാം ഒന്ന് മിക്സ് ആകട്ടെ. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം.
2 മിനിറ്റ് ആയിട്ടില്ല. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഇത് തിളയ്ക്കുന്നുണ്ട്, അതായത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ തിളയ്ക്കുന്നുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വിടുക. സംടൈംസ് താഴെ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് പുളി ഒഴിക്കുക. ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഒഴിച്ചിട്ട് കുറച്ചൊന്ന് കുറുകിയിട്ട് വേണം നിങ്ങൾ മാറ്റാൻ. ഇപ്പോൾ ഈ സമയം നിങ്ങൾ പുളി ഉപ്പ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടേസ്റ്റിനുള്ള പുളിയും ഉപ്പുമാണോ ഒന്ന് കുറവാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഉപ്പ് പുളി എല്ലാം എനിക്ക് കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക കറി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റുമാണ്. നിങ്ങൾ അതുപോലെ ദോശ ഇഡ്ഡലിക്ക് പോലും നിങ്ങളിത് യൂസ് ചെയ്യാം. പക്ഷേ ചോറിനാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നിങ്ങൾക്ക് കഴിക്കുമ്പോൾ അറിയാം അതിൻ്റെ സ്വാദ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ ഇതിൻ്റെ ഗ്രേവി കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ നിങ്ങൾ ടൊമാറ്റോയും ഓണിയനും അളവ് കൂടുതൽ എടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ കിട്ടും. ഇപ്പോൾ ഇത് മതിയാകും. ഇത് ഒരു 3 പേർക്കൊക്കെ നല്ലവണ്ണം കഴിക്കാൻ പറ്റും, ഒരു 3-4 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടണും ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്